നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്ന് വൻ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികളെ പ്രധാനമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷിബിലി, മുഹമ്മദ് ഫാസിൽ. ഇവന്മാർ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കിട്ടിയത് ചെറിയൊരു സംഭവമല്ല, വലിയ രീതിയിൽ തന്നെ സ്ഫോടനം നടത്താൻ സാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് പ്രദേശങ്ങളിൽ സ്ഫോടനം നടത്താൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള അത്രയ്ക്ക് വലിയ സ്ഫോടക വസ്തുക്കളാണ്. ജലാറ്റിൻ സ്റ്റിക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട ഏറ്റവും ഭീകരവാദികൾ മാത്രം ഉപയോഗിക്കുന്ന ഈ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോകമാണ് കാര്യങ്ങളുടെ ഒരു അവസ്ഥ. ഇത് ആദ്യമായിട്ട് തന്നെയല്ല, ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഈ സ്ഫോടക വസ്തുക്കൾ കിട്ടിയ പ്രദേശമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. ഇത് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശമാണ്. PFI നിരോധനത്തിനോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കന്മാർക്കും വലിയ രീതിയിൽ തന്നെ ഒളിത്താവളം ഒരുക്കാനും ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വലിയ സജീവമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു പ്രദേശമാണെന്നും നിരവധി ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അതിവിപുലമായിട്ട് ഈരാറ്റുപേട്ടയിൽ നടക്കുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് NIA നമ്മുടെ സംസ്ഥാന സർക്കാരിന് പോലും നൽകിയിരുന്നത്. പക്ഷേ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടാകുന്നു. കൂടാതെ പാലക്കാട് സഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ ഈ പറയുന്ന ഈരാറ്റുപേട്ടയുടെ പേരും വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കുമ്പോൾ കൃത്യമാണ്. ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്രദേശത്തെ കൃത്യമായിട്ട് ഭീകരവാദികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൽ തർക്കമില്ല. അവരെന്തുകൊണ്ട് അവർക്ക് ഇതുപോലെയുള്ള വലിയ സ്വാധീനം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ SDP പോലെയുള്ള PFI പോലെയുള്ള സംഘടനകളുടെ പ്രധാനപ്പെട്ട രണ്ടാം നിരയും മൂന്നാം നിരയുമായിട്ടുള്ള നേതാക്കന്മാരെ ഇപ്പോഴും ഇവിടെ സുഖലോലുപന്മാരായിട്ട് വാഴുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതിനെ നടപടിയെടുക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി നമ്മുടെ സർക്കാരിനുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1% പോലും അതിനുള്ള ഒരു സാഹചര്യവും ഇവന്മാരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആണ് അവിടെ വിജയിച്ചത്. PC ജോർജ് വലിയ രീതിയിൽ തന്നെ സ്വാധീനമുള്ള അല്ലെങ്കിൽ അദ്ദേഹം നിരന്തരമായിട്ട് MLA ആയി ജയിച്ചു വന്നിരുന്ന ഒരു പ്രദേശത്ത് സുഡാപ്പി ഭീകരന്മാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിനെതിരെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നിലപാട് അദ്ദേഹം എടുത്ത സമയത്താണ് ഈ PC ജോർജിനെതിരെ ഭീകരവാദ ഗ്രൂപ്പുകൾ തിരിയുകയും ഇവരുടെ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിലേക്ക് PCയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഇവിടെ LDF എന്ന് പറയുന്ന അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു നിസ്സഹകരണം യഥാർത്ഥത്തിൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയവാദികൾക്കൊപ്പം നിന്ന് അവർ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ഗ്രൂപ്പുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് PC ജോർജിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തരത്തിലുമുള്ള നടപടിക്രമങ്ങളും CPM എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെ വിജയം കാണാനും സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഈരാറ്റുപേട്ടയിലെ ഇതുപോലെ രാഷ്ട്രത്തിനെതിരെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന് നോക്കുമ്പോൾ അവിടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെ വിജയിക്കാൻ സാധിച്ചത് പോലും ഇതുപോലെയുള്ള മതമൗലികവാദ ഗ്രൂപ്പുകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അതിൽ തർക്കമില്ലാത്ത വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു പ്രദേശം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ താലിബാനിസം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്ന രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും പല രീതിയിലുള്ള വീഡിയോകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇപ്പോഴേ തന്നെ മുളയിലെ നുള്ളാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഈരാറ്റുപേട്ട വലിയ രീതിയിൽ തെക്കൻ ജില്ലകൾക്ക് ഒരു ഭീഷണിയായി മാറാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് രാജ്യത്തെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുവൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലൂടെ ഈ വിഷയങ്ങൾ പറയുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മുടെ സർക്കാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായിട്ടുള്ള നടപടി എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും ജമ്മു കാശ്മീരിലെ പല യഥാർത്ഥത്തിൽ ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും പൂർണ്ണമായിട്ടും തകർത്തെറിയാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ പോകുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക സംവിധാനങ്ങളെ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ ഈ രീതിയിലേക്ക് കേരളത്തിലെ ചില പ്രദേശങ്ങൾ മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിനെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ISIS അടക്കമുള്ള പല ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ഒരുപാട് മനസ്സ് കാണിച്ചിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇതിൽ
പല ആളുകളുടെയും പേര് വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വരാനുണ്ട്. കൂട്ടത്തിൽ കേന്ദ്രസേനയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള NIA കണ്ടെത്തലുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ പിടിക്കപ്പെട്ടിട്ടുള്ള ഭീകരവാദികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. കേരള പോലീസ് ഇവിടെ ഒരു ഭീകരവാദിയെയും പിടികൂടുന്നില്ല. NIA സംഘം മാത്രമാണ് ഭീകരവാദികളെ പിടിക്കുന്നത്. കേരള പോലീസ് പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? കേരള പോലീസ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു പെൺകുട്ടികളെ പോലും പ്രണയിച്ച് വലയിലാക്കി ഈ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമാക്കി സിറിയയിലും ലെബനനിലും ഇറാഖ് അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു കപ്പാസിറ്റി ഉണ്ടായത്? ഇവർക്ക് ആരുടെ സഹായമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്? ഈ അവസാനം പോയിട്ടുള്ള ഭീകരവാദിയെ എയർപോർട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പോലും എത്തിയിട്ടുള്ള ആളുകൾ ഇന്നും സുരക്ഷിതമായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചത് നാണക്കേടാണ്. ഇതിൻ്റെ ഒരു വലിയ ഒരു വേരോട്ടം സംസ്ഥാന വ്യാപകമായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ആളുകളെ അല്ലെങ്കിൽ ഷിബിലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാസിൽ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ ഈ ജലാസ്റ്റിൻ സ്റ്റിക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഈരാറ്റുപേട്ടയിൽ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് തന്നെയാണ് നിരന്തരമായിട്ട് PC ജോർജ് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ പോലും ശ്രമിക്കുന്നത്. ഇന്നലെ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 400ഓളം പെൺകുട്ടികളെയാണ് മതം മാറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ PC ജോർജ് പറയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിമറിക്കാൻ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങളെയും അവരുടെ നേതൃത്വത്തെയും ജയിലിലടക്കാൻ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകാത്തതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ പോലും വലിയ രീതിയിൽ ഈ മതമൗലികവാദികൾക്ക് സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം പോകുന്ന ഒരു സംഘടനയായ SDP അവരുടെ ഒരു രാഷ്ട്രീയ മുഖമാണ്. ഇവരുടെ സ്ഥാനാർത്ഥികളെ പോലും നിയന്ത്രിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികമെല്ലാം പൂർണ്ണമായിട്ട് എത്തിക്കുന്നതും ഈ PFIയുടെ ഭീകരന്മാരാണ്. ആ ഭീകരന്മാരുടെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ ജയിലിൽ അകപ്പെട്ടിട്ട് പോലും ഇവിടെയുള്ള ഭീകരന്മാർ കൃത്യമായിട്ട് അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം എത്തിക്കുന്നതിന് പ്രധാനമായിട്ട് മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകിയത് MK ഫൈസി എന്ന് പറയുന്ന SDP-യുടെ ദേശീയ അധ്യക്ഷനാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ MK ഫൈസിയെ NIA സംഘം ED സംഘം അറസ്റ്റ് ചെയ്യുന്നത്. EDയുടെ അന്വേഷണ പരിധിയിലുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിനൊക്കെ വലിയ രീതിയിൽ തന്നെ തീവ്രവാദ ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ബന്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തെ എത്രത്തോളം വലിയ ഭീഷണിയിലേക്കാണ് ഈ ഗ്രൂപ്പുകൾ കൊണ്ടെത്തിക്കുന്നത്. കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പോവുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭീകരവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു വേട്ട നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ അധികാരത്തിൽ ഇരുന്ന് പോകണമെങ്കിൽ മതമൗലികവാദികളുടെ പിന്തുണയോടുകൂടി മാത്രമേ CPM എന്നത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഈരാറ്റുപേട്ടയിൽ അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.